ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ ഫോൺ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ അൺബോക്സിംഗ് ആണ്. ഇത് ആന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. സോ നമുക്ക് സമയങ്ങളായ നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, ഇതാണ് ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ബോക്സ് എന്ന് പറയുന്നത്. ഇത് ആന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ആൻഡ് ഓഡിയോ എന്ന് പറഞ്ഞ് ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓഡിയോ കമ്പനിയാണ്. അതുപോലെ ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് Treble X-950 എന്നാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള കുറച്ച് സ്പെഷ്യാലിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ട് ഫോർ ഫോൺ കാൽസ്, 3.5 ആക്സ് ജാക്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പവർ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാറ്ററി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബോക്സ് കണ്ടന്റ് എന്തൊക്കെ കണ്ടതിന് ശേഷം സംസാരിക്കാം. സോ ഗൈസ്, ബോക്സ് വരുമ്പോൾ ഫസ്റ്റ് പിറകിൽ ഒരു സീല് വരുന്നുണ്ട്. സീല് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു കൈ കൊണ്ട് തന്നെ തുറക്കാൻ പറ്റും. തുറക്കുമ്പോൾ പിന്നെ കണ്ടില്ല, ഇങ്ങനെയാണ് വരുന്നത്. അതിന് ബോക്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊരു കാര്യമാണ്, ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് അടിച്ചിരിക്കുന്നത് 3999 രൂപയാണ്. കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. 3999 രൂപയാണ് അടിച്ചിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇതിന്റെ സൈറ്റിലെ വില എന്ന് പറയുന്നത് 2300 രൂപയാണ്. ചില സമയത്ത് നമുക്ക് ഓഫർ ടൈമിൽ ഞാനിപ്പോൾ മേടിച്ചതുപോലെ നിങ്ങൾക്ക് ഇത് 700 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. അതായത് ആമസോണിനകത്ത് ഇത് നിങ്ങൾക്ക് ഓഫർ ടൈമിൽ 700 രൂപയിൽ മേടിക്കാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. അപ്പം നിങ്ങൾക്ക് അതും കൂടെ നോക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നതാണ്. ഇത്രയാണ് ബോക്സ് കണ്ടന്റ്. കണ്ടേ, ഇതാണ് സ്പീക്കർ എന്ന് പറയുന്നത്. പിന്നെ ഇത് ബോക്സ് കണ്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് കൂടെ മാറ്റി വെക്കാം. ഈ ചെറിയ ഫസ്റ്റ് തന്നെ മോളിൽ വന്നൊരു ആൻറ്റിൻ്റെ ഒരു വെൽക്കം കാർഡാണ്. ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ വരുന്ന ഈ ചെറിയ പെട്ടി എന്താണെന്ന് നോക്കാം. ഈ ചെറിയ പെട്ടിക്കകത്ത് അല്ലേ ഓഡിയോ ജാക്കും ഈ ഓക്സ് ജാക്കും പിന്നെ ചാർജിങ് കേബിളാണ്. ആക്ച്വലി ഇത് മൈക്രോ USB കേബിളാണ്. ഈ USB A to മൈക്രോ USB ആണ്. അപ്പം ടൈപ്പ് C ചാർജർ ഉള്ളവർക്കൊന്നും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ 5 വോട്ട് 2 ആംപിയറിന്റെ ചാർജർ വെച്ച് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ കേട്ടോ. അതാണ് അതിൽ ബേസിക്കായിട്ട് ചാർജിങ് ഓപ്ഷൻ വരുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പേപ്പർ വർക്കാണ് ഉള്ളത്. ആക്ച്വലി ഇതൊരു യൂസർ മാനുവലും പ്ലസ് വാറന്റി കാർഡും കൂടെയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇതിന്റെ ബാക്കി ഫംഗ്ഷൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുപോലെ കണ്ടല്ലേ നമുക്ക് ഇവിടെ ഇത് ഫില്ലൊക്കെ ചെയ്ത് നമ്മുടെ അവരുടെ സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റും. വാറന്റിക്ക് വേണ്ടി 1 ഇയർ വാറന്റിയാണ് വരുന്നത്. സോ ഗൈസ്, ഇത്രയാണ് ബോക്സ് കണ്ടന്റ് എന്ന് പറയുന്നത്. നമുക്കിനി നേരെ ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് വരാം. സോ ഗൈസ്, ബോക്സ് കണ്ടന്റ് നിങ്ങൾ കണ്ടത്. പിന്നെ ഇതാണ് ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ നല്ല ഇത് ക്യൂട്ടായിട്ട് വളരെ കയ്യിൽ കൊള്ളാവുന്ന ഒരു സിംഗിൾ ഹാൻഡിൽ കൊള്ളാവുന്ന ഒരു ഫോം ഫാക്ടറാണ്. പിന്നെ അതിലേക്ക് ബാക്കി കാര്യങ്ങൾ പറയുന്ന മുമ്പ് കണ്ടില്ലേ, പിറകിൽ ഒരു സീൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി ഇത് റിമൂവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു കാര്യങ്ങൾ എസ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്. ചാർജ് 2 hours ബിഫോർ യൂസ് എന്ന് പറഞ്ഞ്, അതായത് ചാർജ് ചെയ്യുന്ന മുമ്പ് 2 മണിക്കൂർ യൂസ് ചെയ്യുന്ന മുമ്പ് 2 മണിക്കൂർ ചാർജ് ചെയ്യണമെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സീലും കൂടെ അങ്ങ് റിമൂവ് ചെയ്യാം. ഓക്കെ, ആ സീൽ റിമൂവ് ചെയ്തു. കണ്ടേ, ഇതാണ് സ്പീക്കർ, ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറയുന്നത്. നിങ്ങൾ ഫുൾ ആയിട്ടുള്ള സൈഡ് പോർഷൻ എല്ലാം കാണാം. വളരെ കംഫർട്ടായിട്ട് ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കളറാണ്. ഇതിനകത്ത് ഏകദേശം 4ഓളം കളർ വരുന്നുണ്ട്. ബ്ലൂ, ഗ്രീന്, ബ്ലാക്ക്, പിന്നെ ഒരു ഗ്രേ കളറും കൂടെ വരുന്നുണ്ട്. ഞാൻ ബ്ലാക്കാണ് ചൂസ് ചെയ്തത്. എനിക്ക് ക്ലാസി ലുക്ക് തോന്നുന്നതുകൊണ്ടാണ് ഈ ബ്ലാക്ക് കളർ ചൂസ് ചെയ്തത്. കാണാനും കൊള്ളാം. ഈ ഗ്രിൽസ് ഇതെനിക്ക് ഇത് മെറ്റലാണ്. മെറ്റൽ ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. പിന്നെ ടോപ്പിൽ ഇതിന്റെ ഇതായിട്ട് കാണില്ല 2 സ്ക്രൂസ് കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തുറക്കുന്നതിന്റെ ആവശ്യത്തിനായിരിക്കാം. നമുക്ക് അത് മെയിൻ ആയിട്ടുള്ള കാര്യമില്ല. പിന്നെ ഇതിന്റെ ബോട്ടം പോർഷനിൽ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മോഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പവർ ഔട്ട്പുട്ട് ആണ്. 6 വാട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 3 വാട്ടിന്റെ 2 സ്പീക്കേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അതും 52 mm ആണ് ഡ്രൈവർ സൈസ് പറഞ്ഞിരിക്കുന്നത്. അതായത് അത്യാവശ്യം വളരെ നല്ല രീതിയിലുള്ള ഡ്രൈവർ സൈസ് തന്നെയാണ്. കൺസിഡർ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 700 രൂപീസിന് കിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് വളരെ ലാഭമെന്ന് തന്നെ പറയാം. ബാക്കി ഓഡിയോ ക്വാളിറ്റി കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് കൂടെ നോക്കാം. പിന്നെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 1200 mAh ആണ്. അത്യാവശ്യം വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി എന്ന് തന്നെ പറയാം. ഒരു 4 to 5 years വരെയൊക്കെ വരുമായിരിക്കും ചാർജ് ചെയ്ത് സിംഗിൾ ചാർജിൽ നിങ്ങൾക്ക് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി. പിന്നെ ഇതിന്റെ പോർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ചാർജിങ് പോർട്ട് എന്നുള്ളത്. മൈക്രോ USB പോർട്ടാണ്. പിന്നെ ഒരു USB കണക്ട് ചെയ്യാനുള്ള USB A പോർട്ടിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇത് ഓക്സ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓക്സ് പോർട്ടും കണക്ട് ചെയ്ത് നമുക്ക് പ്ലേ ചെയ്യാനൊക്കെ പറ്റും. അത് വളരെ കൺവീനിയന്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ബോക്സിനകത്ത് ചാർജിങ് കേബിളും അതുപോലെ തന്നെ ഓക്സ് കേബിളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി തന്നെയാണ്. ഞാൻ ഇടത്തൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. പിന്നെ ചാർജിങ് ബ്രിക്ക് നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന നോർമൽ ചാർജർ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിനകത്ത് നമുക്ക് വേറെ എന്താ പറയാനുള്ളത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ടോപ്പിനകത്ത് ഇതിനകത്ത് സ്വിച്ചസ് എല്ലാം വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ മോഡ് ചേഞ്ചിങ്ങിനും പിന്നെ ഫോർവേഡ് ബാക്ക്വേർഡും പിന്നെ അതിൽ തന്നെയാണ് വോളിയം കീസ് വരുന്നത്. പിന്നെ ഇത് ഫസ്റ്റ് പ്ലേ ബട്ടണും കൂടെയാണ്. 4 ബട്ടണാണ് വരുന്നത്. പിന്നെ ഇത് പിടിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്ത് നടക്കാൻ വേണ്ടി കണക്കിനുള്ള ഒരു ഹാൻഡിലും കൂടെയാണ്. ഇതും വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത്ര വെയിറ്റ് ഒന്നുമില്ല. 549 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് പറയുന്നത്. അത് കൺസിഡർ ചെയ്യുന്നെങ്കിൽ അത്രയും വെയിറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. കിലോളൊന്നും വരുന്നെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. വളരെ ഹാൻഡിലൊക്കെ വളരെ കംഫർട്ട് തന്നെയാണ്. അതുപോലെ തന്നെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും കറക്റ്റായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡിസൈനിങ്ങും കൊള്ളാം. റഗഡ് ഫീൽ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, നമുക്ക് ഇത്രയാണ് ഡിസൈനായിട്ടും ഔട്ടർ അസ്തെറ്റിക്സ് ഒക്കെ വരുന്നത്. നമുക്കിനി ഇതിൻ്റെ ഒന്ന് ടേൺ ഓൺ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളല്ല. അതിന് മുമ്പ് ഞാൻ എന്തായാലും ചാർജൊക്കെ ചെയ്തായിരുന്നു നേരത്തെ തന്നെ. സോ നമ്മൾ നേരത്തെ ബ്ലൂടൂത്ത് ഡിവൈസ് ഓൺ ചെയ്യാൻ പോവുകയാണ്. ആണല്ലേ, ഇവിടെയാണ് ഓൺ സ്വിച്ച് എന്ന് പറയുന്നത്. ഓൺ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലൂ ഇൻഡിക്കേറ്റർ കൂടെ കൊടുത്തിട്ടുണ്ട് ഓൺ ആയെന്ന് കാണിക്കാൻ വേണ്ടി. ചാർജിങ് സമയത്ത് റെഡ് ആയിട്ട് മാറാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ബട്ടൺസിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് അകത്തുള്ള ഗ്യാപ്പ് കാരണമായിരിക്കാം. പിന്നെ ഇതിനകത്ത് FM മോഡ് കൂടെ വരുന്നുണ്ട്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ മോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നു ഈ ഹാൻഡിൽ ഉള്ളതുകൊണ്ട്. ഇവിടെ മോഡെന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ആക്ച്വലി നിങ്ങൾക്ക് റേഡിയോ മോഡ് യൂസ് ചെയ്യണമെങ്കിൽ ബാക്കിലെ USB പോർട്ടിൽ നമ്മുടെ ചാർജിങ് കേബിൾ കൊടുത്തിട്ടാൽ മാത്രമേ നമുക്കത് FM ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ. കാരണം അതാണ് നമ്മൾ ഇതിൻ്റെ ആൻറ്റിനായിട്ട് വർക്ക് ആവുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ സ്കാൻ ചെയ്ത് നമ്മുടെ നോർമൽ റേഡിയോ ചാനൽസ് എല്ലാം കേൾക്കാനെല്ലാം പറ്റും. ഞാൻ അതും ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അത് നമ്മളിപ്പോൾ എൻ്റെ ഉള്ള ഒരു ഡിവൈസ് ഞാൻ കണക്ട് ചെയ്യുകയാണ്. സോ നമ്മളിപ്പോൾ ഡിവൈസ് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു സാമ്പിൾ ഓഡിയോ ഫുട്ടേജ് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ NCSൻ്റെ സോങ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം വേറെ സോങ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് വീഡിയോയിൽ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോകണം. നിങ്ങൾ കേട്ട് നോക്കുക എങ്ങനെയുണ്ട് ഓഡിയോ ക്വാളിറ്റി എന്ന് അറിയാൻ വേണ്ടി. ഓഡിയോ ഒക്കെ ഫുള്ളാണ്, കണ്ടില്ലേ? ഇനി ഇതിലെ ഓഡിയോ കൂടെ ഫുള്ളാക്കാം. മാക്സ് ഓഡിയോ ആണിത്. Kids screaming in their cradles, profanities. I see the world through eyes covered in ink and bleach. Cross out the ones who heard my cries and watched me weep. I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. സോ ഗൈസ്, നിങ്ങൾ കേട്ട് നോക്കിയില്ലേ എങ്ങനെയുണ്ട് ഓഡിയോ ക്വാളിറ്റി? സൂപ്പർ അല്ലേ? വളരെ നല്ല ക്വാളിറ്റി എന്ന് എനിക്ക് പറയാൻ. കാരണം 700 രൂപയ്ക്ക് വെച്ച് കിട്ടാൻ ഇത്രയും നല്ല ബാസും നല്ല അതുപോലെ നിങ്ങൾ കേട്ട് നോക്കും. നല്ല വോയിസിന് എന്ത് ക്ലിയർ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ബേസ് ഒക്കെ വളരെ നല്ല രീതിയിൽ ബേസ് ഉണ്ട്. ആ ഒരു വൈബ്രേഷൻ എനിക്ക് കയ്യിൽ വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും 700 റുപ്പീസ് പോയിട്ട് അത് വളരെ നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണ്. പക്ഷേ എനിക്ക് ചെറിയ ഇതായിട്ട് തോന്നിയത് ചില സമയത്ത് ഇത് നമ്മുടെ ഓഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ബേസ് സൗണ്ട്സ് ഒക്കെ വരുമ്പോഴും ഒരു ഹെവി സൗണ്ട് വരുന്നിടത്തൊക്കെ ചെറിയൊരു ഡിസ്ട്രോഷൻ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കൺസിഡർ ഇതിന്റെ പ്രൈസ് വളരെ ലോ പ്രൈസ് ആണ് ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ അത് ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഒരു മൈനർ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് വരുന്നത്. വളരെ ലൗഡായിരുന്നു, നിങ്ങൾക്ക് കേൾക്കുന്ന എല്ലാവർക്കും പിടിയിട്ടും വളരെ ലൗഡ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പീക്കർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കൺസിഡർ ചെയ്യണം. ഇൻ കേസ് നിങ്ങളുടെ ബഡ്ജറ്റ് 1000 റുപ്പീസ് ആണ്. നിങ്ങൾക്ക് വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ചുകൂടെ 1000 റുപ്പീസിന് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ബോട്ടിൻ്റെ വേറെ ചെറിയൊരു മിനി സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഇതിനകത്ത് ഡബിൾ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ് വരുന്നത്. ബാറ്ററിയും അത്യാവശ്യം വളരെ നല്ല ബാറ്ററിയാണ്. അതുപോലെ സൗണ്ട് ക്വാളിറ്റിയും വളരെ നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ ബേസ് എല്ലാം വളരെ നല്ല ബേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ല ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ സ്പീക്കർ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 200 റുപ്പീസ് വരെ സേവ് ചെയ്യാനും പറ്റും മറ്റേ സ്പീക്കേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അത് തന്നെ. അപ്പോൾ ഇത് വളരെ നല്ലൊരു സ്പീക്കർ തന്നെയാണ്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്പീക്കറാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബൈയിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ആമസോണിൽ ഇത് ചില സമയത്ത് ഓഫറിൽ വരാറുണ്ട്. 700 റുപ്പീസിനകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.